നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളിയാചരണത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമാണ് ദുഃഖവെള്ളി. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം തന്റെ സ്വപുത്രനെ ബലിയായി നൽകിയതിന്റെ സ്മരണയിലാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. പിലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് കാൽവരി മലയിലേക്ക് മരക്കുരിശും വഹിച്ച് യഹൂദ പടയാളികളുടെ ക്രൂരപീഡനം ഏറ്റുവാങ്ങിയുള്ള ക്രിസ്തുദേവന്റെ യാത്രയും ഇടതും വലതും കള്ളന്മാർക്കൊപ്പം കുരിശിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങിയതും ഉൾപ്പെടെയുള്ള ദുഃഖകരമായ സ്മരണകളിലൂടെയാണ് ഈ ദിനം ക്രൈസ്തവർ കടന്നുപോകുക. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. രാവിലെ മുതൽ ആരംഭിക്കുന്ന തിരുകർമ്മങ്ങൾ വൈകിട്ട് വരെ നീളും. കത്തോലിക്ക ദേവാലയങ്ങളിൽ വൈകിട്ട് കുരിശിന്റെ വഴി, രൂപം ചായ്ക്കൽ, ആരാധന തുടങ്ങിയ കർമ്മങ്ങളും നടക്കും. അഞ്ഞൂർ കത്തോലിക്ക പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷിൻഡോ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ലിയോൺ ചിരിയങ്കണ്ടത്ത്, ജോസ് ഒലക്കെങ്കിൽ, ജോൺസൺ മാറോക്കി എന്നിവർ നേതൃത്വം നൽകി. LDFന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച വഴിതിരിച്ചുവിടാനാണ് ഡീലാരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പറഞ്ഞു. LDF പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒന്ന്, ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകരുത്. ചർച്ച മുഴുവൻ അതിൽ നിന്ന് മാറണം. ഇപ്പൊ കുറെ ദിവസം ടെലിവിഷൻ ചർച്ച, ഡീൽ ഉണ്ടെങ്കിൽ ആരുമായി എന്ത്, ഇതല്ലേ. ഞാനും ഇപ്പൊ കുറെ നേരം ഇതിനെ കുറിച്ച് സംസാരിക്കുകയല്ലേ, വേറെ കാര്യങ്ങൾ പറയേണ്ട സമയം. ചർച്ച മാറ്റുക. രണ്ട്, കേരളത്തിൽ 45% ന്യൂനപക്ഷങ്ങളാണ്. ആ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു സംഭ്രാന്തി വരുത്തുക. ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്ന RSSും BJPയും അവരും LDFും അതിന്റെ നേതൃത്വത്തിലുള്ള CPMും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനുണ്ടോ എന്ന് സുസ്ഥിതിക്കാരായിട്ട് കുറച്ചുപേര് തെറ്റിദ്ധരിക്കണം. പിന്നെ കേരളം മതനിരപേക്ഷ മനസ്സുള്ള ഒരു നാടാണ്. അപ്പൊ ന്യൂനപക്ഷങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാകണം, മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടാക്കണം. അതിനത് പ്രയോജനപ്പെടും എന്നാണ് അവരുടെ കാര്യം. മൂന്നാമത്തെ കാരണം, യഥാർത്ഥത്തിൽ ഇവർക്കാണ് ഡീലുള്ളത്. ആ ഡീല് മറച്ചു വെക്കണം. ഈ ദേശത്തു ഈ ഡീലെന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റത്തൂർ തൃശ്ശൂർ ജില്ലയിലല്ലേ, പിന്നല്ല വേറെ കൂടുതലെന്ന് ഞാൻ പറഞ്ഞു. RSSും BJPയുമായി LDF ഡീലുണ്ടാക്കിയെന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിന്റെ ഉള്ളിൽ വിഭ്രാന്തി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ മലബാർ അടക്കമുള്ള മദിരാശി പ്രവിശ്യയിൽ കോൺഗ്രസും ഇന്ന് NDA എന്നറിയപ്പെടുന്ന ജനസംഘവുമാണ് ഡീൽ തുടങ്ങിയത്. അത് ഇന്നും യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്നതാണ് വസ്തുത എന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. പൊതുയോഗത്തിൽ CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, CPM സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, LDF മണ്ഡലം കൺവീനർ MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, നേതാക്കളായ MN മുരളീധരൻ, പത്മം വേണുഗോപാൽ, അബ്ദുൾ ജലീൽ, KB ജയൻ, ബിന്ദു ധർമ്മൻ, പ്രശാന്തൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേരത്തെ കടവലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും വാദ്യഘോഷങ്ങളോടെ ആരംഭിച്ച തിരഞ്ഞെടുപ്പ് റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. CPM കടവലൂർ സൗത്ത് നോർത്ത് സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി KR രജിലിന്റെ സ്ഥാനാർത്ഥി പര്യടനം ഇന്ന് കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പെങ്ങാമുക്ക് പീഠികേശ്വര ക്ഷേത്ര ദർശനത്തോടെ ആരംഭിച്ചു. മൂലേപ്പാട്, പെങ്ങാമുക്ക് മേഖലകളിൽ ഗൃഹസമ്പർക്കം നടത്തി. BJP മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, വാർഡ് മെമ്പർ മോനിഷ രജീഷ്, മോഹനൻ പൂവത്തൂർ, SNDP കുന്നംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് കൂനത്ത്, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ, സുനിൽകുമാർ, BDJS പ്രസിഡന്റ് CG സുധീഷ്, അരുൺ,
MV സുമിത, KK ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ആനത്താവളത്തിന്റെ വികസനത്തിന് ഗുരുവായൂർ ദേവസ്വം രൂപരേഖ തയ്യാറാക്കി നൽകിയാൽ സഹായിക്കാൻ തയ്യാറാണെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകനും കമ്പനി ഡയറക്ടറുമായ അനന്ത് അംബാനി അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ദേവസ്വം ഭരണസമിതി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 3 കോടി രൂപയുടെ ചെക്കും ദേവസ്വത്തിന് കൈമാറി. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചെക്ക് ഏറ്റുവാങ്ങി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വടക്കേ നടപ്പുരയിലെത്തിയപ്പോൾ ശ്രീഭൂതബലിക്കായി നിർത്തിയിരുന്ന ആനകളുടെ അടുത്തെത്തി അനന്ത് അംബാനി ആനകൾക്ക് പഴം നൽകി. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ എത്തിയ അനന്ത് അംബാനി ദർശനം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ മടങ്ങുകയും ചെയ്തു. ഗുരുവായൂർ കോട്ടപ്പടി മേഖലയിൽ ദിവസങ്ങളായി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പേവിഷബാധ ലക്ഷണങ്ങളുള്ള തെരുവുനായയെ പിടികൂടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോട്ടപ്പടി പരിസരത്ത് ഈ തെരുവുനായ അക്രമാസക്തനായി ഓടി നടന്നിരുന്നു. പേവിഷബാധയുടെ പ്രകടമായ ലക്ഷണങ്ങൾ കാണിച്ചതോടെ വഴിയാത്രക്കാരും പ്രദേശവാസികളും ആശങ്കയിലായി. വാർഡ് കൗൺസിലർ നീതു പ്രബിൻ വിവരമറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, ഷമീർ തൊഴിയൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അക്രമാസക്തനായ നായയെ പിടികൂടാനായത്. പിടികൂടിയ നായയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി നിരീക്ഷണത്തിലാക്കിയിരുന്നു. എന്നാൽ വൈകാതെ നായ ചത്തു. മേഖലയിൽ തെരുവുനായ്ക്കളിൽ വ്യാപകമായി പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഗുരുവായൂരിന്റെ കഥാകാരൻ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 12ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ മുൻ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പുതൂർ കഥകളുടെ തമിഴ് വിവർത്തനമായ മനതിൽ വാഴും മലയാള കഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോടിന് നൽകി നിർവഹിച്ചു. ഷാജു പുതൂർ അധ്യക്ഷത വഹിച്ചു. ബാലൻ വാറനാട്ട്, സജീവൻ നമ്പിയത്ത്, VP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സേതു തിരുവെങ്കിടം, ശ്രീകുമാർ ഇഴുവപ്പാടി, PI സൈമൺ, അബ്ദുട്ടി കൈതമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം സത്രം സർപ്പക്കാവിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പാതിരാക്കുന്നത്ത് കുളപ്പുറം മനയിൽ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പപൂജ, നാഗക്കളം, സർപ്പബലി എന്നിവ നടന്നു. ശ്രീകൃഷ്ണപുരം സതീശന്റെ നേതൃത്വത്തിൽ പുള്ളുവൻപാട്ട്, കൃഷ്ണകുമാർ വാര്യരുടെ അഷ്ടപതി, ശശിമാരാരുടെ ഇടയ്ക്കവാദനം എന്നിവയുമുണ്ടായിരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ദക്ഷിണ നൽകി. പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.